CBSE ക്ലാസ് 9 എവറസ്റ്റ് മേരി ശിഖർ യാത്ര. ഈ ചാപ്റ്ററാണ് ഞാൻ ബാക്കി പാർട്ട് 6 ആണ് പറയാൻ പോകുന്നത്. ഇതൊരു വലിയ ചാപ്റ്ററാണ്. അപ്പോൾ കൂടുതൽ പാർട്സ് വേണ്ടി വരും ഇതിങ്ങനെ വീഡിയോ ആക്കി പറയാൻ വേണ്ടിയിട്ട്. ഏ ക്യാ ഹോ ഗയാ ഇതാണ് ഞാൻ തുടങ്ങുന്നത്. അതെന്താണ് സംഭവിച്ചത്? ഈ ലംബ ബർഫ് ക പിണ്ട്. അപ്പോൾ ഈ ബച്ചേന്ദ്രിപാൽ അവരുടെ ടെൻറ്റിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. എനിക്ക് ലംബ ബർഫ് ക പിണ്ട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വലിയൊരു മഞ്ഞിൻ്റെ കട്ട ഹമാരെ ക്യാമ്പ് കെ ठीक ऊपर, അതായത് തൊട്ട് മുകളിൽ ലോഹെ ഗ്ലേഷ്യർ സെ ഗ്ലേഷ്യറിൽ നിന്ന് പൊട്ടിയിട്ട് നീച്ചെ ആഗിരാത ഓർ ഉസ്ക വിശാൽ ഹിമപുഞ്ച് ബൻഗയ. അവിടെ ശരിക്കും മഞ്ഞ് കൊണ്ട് മൂടിക്കഴിഞ്ഞ്. ഹിമപിണ്ടോ ബർഫ് കെ ടുക്കടെ തഥാ ജമി ഹുയി ബർഫ് കെ ഇസ് വിശാൽക്കായ പുഞ്ചിനെ एक एक्सप्रेस रेलगाड़ी की तेज गति और भीषण ഗർജന കെ സാത്ത്. ഒരു ട്രെയിൻ വരുന്ന എക്സ്പ്രസ് ട്രെയിൻ വരുന്ന അത്ര സ്പീഡിൽ സീതി ടലാൻസെ നീച്ചെ ആത്തെ ഹുയെ ഒരു ഭയങ്കര വലിയൊരു മഞ്ഞിൻ്റെ പിണ്ട്, അതിൻ്റെ ഒരു പീസ് മഞ്ഞ് കട്ട ഞങ്ങളുടെ ടെൻറ്റിൻ്റെ മുകളിൽ വന്ന് വീണതാണ് കണ്ടത്. സീതി ടലാൻസെ നീച്ചെ ആത്തെ ഹുയെ ഹമാരെ ക്യാമ്പ് കോ തഹസ് നഹസ് കർദിയ, അതായത് തകർത്ത് തരിപ്പണാക്കി ഞങ്ങളുടെ ടെൻറ്റിനെ. വാസ്തവ മേ ഹർ വ്യക്തിക്കോ ചോട്ട് ലഗീതി. എല്ലാവർക്കും മുറിവേറ്റ്, പക്ഷേ ആരും മരിച്ചൊന്നുമില്ല, അതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കണ്ടിന്യൂവേഷൻ. ലോപസംഗ് അതൊരാളാണ്. അപ്നി സ്വിസ് ചുരിക്ക് മദദ് സെ ഹമാരെ തമ്പൂക്ക രാസ്ത സാഫ് കർണേ മേ സഫൽ ഹോ ഗയതെ. അതായത് ആളൊരു ആയുധം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആൾ ആ മഞ്ഞൊക്കെ മാറ്റി അവിടുത്തെ. സ്വിസ് ചുരി എന്ന് പറഞ്ഞൊരു ഈ ഒരു വെപ്പണാണ്. അതായത് അവർ മഞ്ഞ് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം. ഓർ തുരന്ത് ഹി അത്യന്ത് തേജീസെ മുജെ ബച്ചാനേക്ക് കോശിഷ്മേ ലഗയെ. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. തോഡി ബി ദേർക്ക സീത അർത്ഥത. കുറച്ച് നേരം ശ്രമം വേണ്ടി വന്നു. ബഡേ ഹിമപിണ്ടോക്കോ മുഷ്കിൽ സെ ഹട്ടാത്തെ, അതായത് ഭയങ്കര വലിയ ഈ മഞ്ഞ് പീസുകളെ ഹട്ടാത്തെ ഹൂയെ ഉനോനെ മേരെ ചാരോം തരഫ്. ആളെൻ്റെ 4 പാടുള്ള കടേ ജമേ ബർഫിക്ക് ഖുദായി കി. അതെല്ലാം മാറ്റി ഓർ മുജെ ഉസ് ബർഫിക്ക് കബ്രസെ, ആ മഞ്ഞിൻ്റെ ആ ഒരു കുഴിയിൽ നിന്ന് കബ്രസെ നിക്കാൽ ബാഹർ കീച്ച് ലാനേമേ സഫൽ ഹോകെ. എന്നെ അതിൽ നിന്ന് പൊക്കിയെടുത്തവർ. സുബത്തക്ക്, അതായത് ഞാൻ മഞ്ഞിൻ്റെ അതിൽ മൂടി പോകേണ്ടതായിരുന്നു ശരിക്കും. ഖബ്ർ എന്ന് പറഞ്ഞാൽ ഒരു കുഴി പോലത്തെ സ്ഥലം, അതിൽ നിന്ന് എന്നെ പൊക്കിയെടുത്തു. സുബ തക് സാരെ സുരക്ഷാ ദൽ ആകെ. ഞങ്ങളുടെ കുറേ സുരക്ഷാ ദൽ അവരെ ടീം വന്നു. ഈ और 16 मई को प्रातः 8 बजे तक हम प्रायः सभी कैंप दो पर पहुँच गए थे. ഒരു സുരക്ഷാ ടീം വന്നിട്ട് ഞങ്ങളെ ക്യാമ്പ് 2-ലെത്തിച്ചു. ജിസ് ഷെർപ്പാക്കി ടങ്കി ഹഡ്ഡി ടൂട്ട് ഗെയ്തി. ഒരു ഷെർപ്പയുടെ ഒരു എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു, ഹഡ്ഡി. ഉസെ ഏക് ഖുദ് കെ ബനായെ സ്ട്രക്ചർ പർ ലിട്ടാക്കർ നീച്ചെ ലായെ. ആളെ എന്ത് ചെയ്ത് സ്ട്രക്ചറിൽ കിടത്തിയിട്ട് താഴേക്ക് കൊണ്ടുവന്നു. ഹമാരെ നേതാ കേണൽ കുള്ളർ കെ ശബ്ദോമേ. ഞങ്ങളുടെ നേതാവുണ്ട്, ടീമിൻ്റെ ലീഡർ കേണൽ കുള്ളർ കെ ശബ്ദോമേ. ആൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇത്തിനി ഊഞ്ചായി പർ സുരക്ഷ കാരിക ഏക്ക് ജബർദസ്ത് സാഹസിക് കാര്യത. അതായത് ഇത്രയും ഹൈറ്റിൽ ഈ ഒരു സുരക്ഷാ കാര്യത്തിൻ്റെ ഒരു ജബർദസ്ത് സാഹസിക്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തതെന്ന് അവരോട് പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ സബി നൗ പുരുഷ് 9 ആണുങ്ങളുണ്ടായിരുന്നു. സദസ്യവും
ചോട്ടെ അഥവാ ടൂട്ടി ഹഡ്ഡിയോ ആദി के कारण बेस कैंप में भेजना पड़ा. അവർ 9 പേരെ എല്ലൊക്കെ പൊട്ടിയ ആൾക്കാരെയൊക്കെ കൂടി അവർ ബേസ് ക്യാമ്പിലേക്ക് ഭേജനപ്പട ബേസ് ക്യാമ്പിലേക്ക് വിടേണ്ടി വന്നു എന്ന് സദസ്യോങ്കോ. തബി കേണൽ കുള്ളർ മേരി തരഫ് മുടുക്കർ കഹനെ ലഗെ ക്യാ തും ഭയഭീത് തീ. കേണൽ കുള്ളർ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ജി ഹാ എന്ന് പറഞ്ഞു, എനിക്ക് പേടിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ക്യാ തും വാപ്പിസ് ജാന ചാഹോഗി. തിരിച്ച് പോകണമെന്ന് ചോദിക്കും ബേസ് ക്യാമ്പിലേക്ക്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും കയറി കഴിഞ്ഞ് ഇനി അങ്ങോട്ട് തിരിച്ച് പോകണമെന്നാണ് ചോദിക്കുന്നത്. ഇനിയും ബുദ്ധിമുട്ടുകൾ ഇനി ഉണ്ടാവും. അപ്പോൾ ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ക്യാമ്പ് ഉണ്ടല്ലോ അതിലേക്ക് പോകണമെന്ന് ചോദിക്കാം. അപ്പോൾ പറയും വേണ്ടാന്ന് പറയും. ഞാൻ പറയും വേണ്ടാന്ന്. മേനെ ബിന കിസി ഹിച്കിച്ചാഹട്ട് സെ ഉത്തർ ദിയ. ഞാൻ ഒട്ടും ആലോചിക്കാണ്ട് തന്നെ ആ ഉത്തരം പറഞ്ഞു. കാരണം എനിക്ക് ഈ മുകളിലേക്ക് കയറണം എന്നാണല്ലോ ചിന്ത. ജയ്സെ ഹി മേ സൗത്ത് കോൾ ക്യാമ്പ് പോയിഞ്ചി. സൗത്ത് ക്യാമ്പിലെത്തിയപ്പോൾ എപ്പോഴാണ് എത്തിയത്? മേനെ അകലെ ദിൻ, അടുത്ത ദിവസം തന്നെ അപ്പനി മഹത്തൂറിന് ചടായിക്ക് തയ്യാറി ശുരു കർദി. എൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു മലകയറ്റം വീണ്ടും തയ്യാരി ശുരു കർദി എന്ന് പറഞ്ഞാൽ അതിനുള്ള തയ്യാരി മലയാളം പോലെ തന്നെ തോന്നണില്ലേ നിങ്ങൾക്ക്? അതിൻ്റെ തയ്യാറെടുപ്പുകൾ ശുരു കർദി അത് ആരംഭിച്ചു. മേനെ ഞാൻ കുക്കിംഗ് ഗ്യാസ് തഥാ കുച്ച് ഓക്സിജൻ സിലിണ്ടർ ഇക്കട്ടെ കിയെ. ഞാൻ കുറച്ച് കുക്കിംഗ് ഗ്യാസ് പിന്നെ ഓക്സിജൻ സിലിണ്ടർ അതെല്ലാം കളക്ട് ചെയ്തു. ജബ് ദോപഹർ ഉച്ചയ്ക്ക് 1:30 ബജെ 2:30 മണിക്ക് 1:30 മണിക്ക് बिस्सा आया उसने मुझे ചായക്ക് വേണ്ടിയിട്ട് പാനി ഗരം കറുത്തെ ദേക്ക. ചായ വയ്ക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കുമായിരുന്നു. ജയ് ഓർ മീനു അബി ബോത് പീച്ചേത്. ജയ് ഓർ മീനു ഭയങ്കര പിന്നിലായിരുന്നു. മേ ചിന്തിത് ദി ക്യോങ്കി മുझे അഗലെ ദിൻ ഉൻകെ സാത്ത് ഹി ചടായി കർണി ദി. അവരെ കൂടെയാണ് ആളെ പോകേണ്ടത് എനിക്ക്. വേ ധീരെ ധീരെ ആ രഹേതെ പതുക്കെ വരുന്നുണ്ടായിരുന്നു. ക്യോങ്കി വേ ഭാരി ബോജ് ലേക്കർ ഓർ ബിന ഓക്സിജൻ കെ ചൽ രഹേതെ. അവരെന്ന് വെച്ചാൽ നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ് അവരെ കയ്യിലുള്ളത്. പിന്നെ അവർ ബിന ഓക്സിജനാണ് പോണത്. ദോപഹർ ബാദ് മേനെ അപ്നെ ദൽ കെ ദൂസരെ സദസ്യോക്കെ മദത് കർണെ. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പോയി. ഓർ അപ്നെ ഏക്ക് थर्मसिने ഞാൻ जूस से और दूसरे को गर्म चाय से भरने के लिए नीचे जाने का निश्चय किया. മറ്റുള്ളവർക്ക് വേണ്ടി ജ്യൂസും പിന്നെ ഈ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. മേനെ ബർഫീലി ഹവ തണുപ്പുള്ള സമയത്ത് തന്നെ തമ്പൂസെ ആ ഒരു ടെൻറ്റിൽ നിന്ന് ബാഹർ കദം രഖ. അവർ ആ തമ്പുവിൽ നിന്ന് പുറത്ത് വന്നു. കദം രഖ ജൈസെ ഹി മേ ക്യാമ്പ് ക്ഷേത്ര സെ ബാഹർ ആ രഹീതി. ക്യാമ്പിൽ നിന്ന് ഞാൻ പുറത്ത് വന്നപ്പോൾ മേരി മുലാഖാത്ത് മീനു സെ ഹുയി. മീനുമായിട്ട് ഞാൻ കണ്ടുമുട്ടി. കി ഓർ ജയ് അബി കുച്ച് പീച്ചേ ദേ. ജയ് കുറച്ച് പിന്നിലായിരുന്നു. मुझे जेनेवा स्पर की चोटी के ठीक नीचे मिला. അതൊരു പഹാഡിൻ്റെ പേരാണ്. അവിടെ വെച്ച് കണ്ടുമുട്ടി. ഉസ്നെ കൃതജ്ഞതാപൂർവ്വം ചായ വഗേര പി ലേക്കിൻ മുझे और ആകെ ജാനെ സെ रोकने की कोशिश की. ചായയൊക്കെ കുടിച്ച് പക്ഷെ എന്നെ മുന്നോട്ട് പോകുന്നതിന് തടയാൻ വേണ്ടി നോക്കി. മഗർ മുझे की से भी मिलन था. മഗർ മുझे की से मिलन था. എനിക്കാണെങ്കിൽ അവിടെ പോകണം എന്ന് തന്നെയല്ലേ ആഗ്രഹം. थोड़ा सा और आगे नीचे उतरने पर मैंने की को देखा. കുറച്ച് മുന്നോട്ട് പോയി ഞാൻ അവരെ കണ്ടു. वो मुझे देखकर हक्का बक्का रह गए. അവർ അതിശയിച്ച് പോയി എന്നെ കണ്ടിട്ട്. तुमने इतनी बड़ी जोखिम क्यों ली बचेंद्री. അവർ ചോദിച്ച് ഇത്രയും വലിയൊരു ഇത് എന്തിനെ ഏറ്റെടുത്തു എന്ന് ചോദിക്കും. मैंने उसे दृढ़तापूर्वक कहा मैं भी औरों की
തര ഏക്ക് പർവ്വതാരോഹി ഹൂ. ഞാനും മറ്റുള്ളവരെ പോലെ തന്നെ ഒരു പർവ്വതാരോഹിയാണ്. ഇസ്ലിയെ ഇസ് ദൽമേ ആയി ഹൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ടീമിൽ വന്നത്. ശാരീരിക രൂപസെ മേ ടീക്ക് ഹൂ. ഓർമ്മയ്ക്ക് ഞാൻ ടീക്കാണ്. ശാരീരിക രൂപസെ ഇസ്ലിയെ മുझे अपने दल के सदस्यों की मदद क्यों नहीं करनी चाहिए. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ സഹായിച്ചാൽ എന്താണ് ഇപ്പം കുഴപ്പമെന്ന് ചോദിക്കും. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഈസ് की हंसा और उसने पेय पदार्थ से प्यास बुझाई. അവർ ഞാൻ കൊടുത്തതെല്ലാം കുടിച്ചിട്ട് लेकिन उसने मुझे अपना किट ले जाने नहीं दिया. അവർ ആ സാധനങ്ങളൊക്കെ അവർ തന്നെ എടുത്തു, എന്നെ കൊണ്ടൊന്നും എടുപ്പിച്ചില്ല അവർ. थोड़ी देर बाद साउथ कॉल कैंप से लाटू और बिस्सा हमें मिलने नीचे उधर लड्डू और बिस्सा हमें मिलने नीचे उधर आए. അവിടെ നിന്ന് കോൾ ക്യാമ്പിൽ നിന്ന് ഇവരൊക്കെ വന്നു താഴേക്ക് ഞങ്ങളെ കാണാൻ വേണ്ടി. और हम सब कॉल पर जैसे भी सुरक्षा और आराम की जगह उपलब्ध थी उस पर लौट आए. അവരെല്ലാവരും അവിടെ തിരിച്ചെത്തി. साउथ कॉल पृथ्वी पर बहुत अधिक कठोर जगह के नाम से प्रसिद्ध है. സൗത്ത് കോൾ എന്ന് പറഞ്ഞാൽ പൃഥ്വി പർ, ഭൂമിയിലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ പേര് കേട്ടതാണ് ഈ സൗത്ത് കോൾ എന്ന് പറയുന്ന സ്ഥലം.